കേൾക്കാം. നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ, ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ് എലിസബത്ത് മാം? അവിടെ നിന്ന് നമ്മൾ ഈ മരണസംഖ്യ 265 കേൾക്കുന്നു. അതിൽ ഹോസ്റ്റൽ വിദ്യാർത്ഥികൾ കുറച്ചധികം പേരുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്, 24 പേരെന്നാണ്. നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ്? അല്ല, ഇവിടുന്ന് ഡോക്ടർമാർ പുറത്തുവിട്ടത് 50ഓളം സ്റ്റുഡൻസ് മരിച്ചിട്ടുണ്ടെന്നും പിന്നെ ഞങ്ങളുടെ ഗ്രൂപ്പുകളിൽ കുറെ ആൾക്കാരുടെ മിസ്സിംഗ് ഫോട്ടോസ് വന്നിട്ടുണ്ട്. കുറെ ബോഡികൾ ബേൺഡ് ആയിട്ടാണ് ഇവിടെയുള്ളത്. അതുകൊണ്ട് തന്നെ ആരാണ് വിദ്യാർത്ഥികളിൽ ഇതുവരെ മലയാളികൾ ഇല്ല എന്നാണ് അറിവ്. ഇതുവരെ മിസ്സിംഗ് ഫോട്ടോസ് വന്ന പോലും ഇല്ല. ഞങ്ങളുടെ ഒരു ഗ്രൂപ്പ് 63 പേരുടെ ഒരു മലയാളി ഗ്രൂപ്പ് ഉണ്ട്. അവരിലാർക്കും അപകടവും പറ്റിയിട്ടില്ല. അതുപോലെ തന്നെ ഈ ഒരു മരണപ്പെട്ട ആൾക്കാരിലും ഇല്ല. ഈ ഡോക്ടർ എലിസബത്ത് ഈ BJ മെഡിക്കൽ കോളേജിലാണോ വർക്ക് ചെയ്യുന്നത്? അവിടെ PG ചെയ്യാണ് ഇപ്പോൾ അല്ലേ? ഞാൻ വർക്ക് ചെയ്യല്ല, ഞാൻ PG ആണ്, സെക്കൻഡ് ഇയർ ആണ്. ഞാൻ 2 കാര്യം ചോദിച്ചോട്ടെ. ഈ അപകടം നടന്നത് 2 കെട്ടിടങ്ങളിലാണ്. ഒന്ന് അവിടെ MBBS വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഹോസ്റ്റലിലും, മറ്റൊന്ന് PG വിദ്യാർത്ഥികളുടെ ക്വാർട്ടേഴ്സിലുമാണ്, ഹോസ്റ്റലിലുമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ശരിയാണോ? ഒന്ന് MBBS വിദ്യാർത്ഥികളുടെ മെസ്സിലും അതുപോലെ തന്നെ PG പ്ലസ് സൂപ്പർ സ്പെഷ്യാലിറ്റി ആൾക്കാർ താമസിക്കണ ഹോസ്റ്റലിലും ആണ് അപകടം നടന്നോണെ. ഈ മെസ്സ് എന്ന് പക്ഷെ പറഞ്ഞ നോർമൽ PGക്കാരും അതുപോലെ തന്നെ സൂപ്പർ സ്പെഷ്യാലിറ്റിക്കാരും അവിടെ യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ MBBS വിദ്യാർത്ഥികൾ കൂടുതൽ ഈ ലഞ്ച് ബ്രേക്ക്, ഞങ്ങൾക്ക് ലഞ്ച് ബ്രേക്കായിട്ട് പ്രത്യേകം അങ്ങനെ ടൈമില്ല. പക്ഷെ MBBS വിദ്യാർത്ഥികളുടെ ലഞ്ച് ബ്രേക്ക് ടൈമിന്റെ സമയത്താണ് ഈ ഒരു അപകടം നടക്കണേ. ഈ 1:38-1:39 സമയത്ത്, ആ സമയത്ത് 100-ലധികം വിദ്യാർത്ഥികൾ മെസ്സ് ഹാളിൽ ഉണ്ടായിരുന്നുവെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ ഈ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം അനുസരിച്ച് എത്ര പേരുടെ മരണമാണ് അവിടെ കമ്മ്യൂണിറ്റി സ്ഥിരീകരിച്ചിരിക്കുന്നത്? 50 പേര് സ്ഥിരീകരിച്ചിട്ടുള്ളൂ. പക്ഷെ കുറെ പേര് മിസ്സിംഗ്. 50 പേരോ? 25 പേര് മിസ്സിംഗ് ആയിട്ട് കാണിക്കുന്നുണ്ട്, ചില ഫാമിലികൾ ഉൾപ്പെടെ. 50 മരിച്ചിട്ടുണ്ട് എന്നാണ് ഇവിടെ പറഞ്ഞോണേ. 50 സ്റ്റുഡൻസ് മരിച്ചിട്ടുണ്ടെന്ന്. അതായത് ഈ അതിൽ MBBS വിദ്യാർത്ഥികളും ഈ സൂപ്പർ സ്പെഷ്യാലിറ്റി PG വിദ്യാർത്ഥികൾ ഉൾപ്പെടുന്നുണ്ടോ? അതുപോലെ തന്നെ PG ഉൾപ്പെടുന്നുണ്ട്. 50 പേരെന്ന് പറയുമ്പോൾ 241 പേർ യാത്രക്കാരും 50 പേർ വിദ്യാർത്ഥികളും എന്ന നിലയിലാണ്. 291 എന്ന കണക്കിലേക്ക് എത്തുന്നത് അല്ലേ? അതാണ് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത്, 294 എന്ന്. ഇനിയും ഇന്നലെ രാത്രിത്തെ കണക്കനുസരിച്ചിട്ടായിരുന്നു 50. ഇന്നത്തേക്ക് ആക്ച്വലി മിസ്സിംഗ് ആയിട്ടുള്ള പിള്ളേരുടെ ഫാമിലീനെ വിളിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ DNA മാച്ചിങ് നടത്തിയിട്ട് അവരുടെ ആക്ച്വലി ബേൺഡ് ശരീരങ്ങളായ കാരണം ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ DNA മാച്ചിങ് നടത്തിയിട്ട്. എലിസബത്ത്, ഈ സ്ഥലം, ഈ ഹോസ്റ്റൽ പരിസരം സന്ദർശിച്ചിരുന്നു. ഞങ്ങൾ കുറച്ച് ദൃശ്യങ്ങളൊക്കെ കണ്ടു. അവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത് വന്ന് വീണത്. ഭക്ഷണം അത് പൂർത്തിയാക്കുന്നതിന് മുൻപ് തന്നെ മുകളിലത്തെ നിലയിൽ നിന്നുള്ള ഭാഗങ്ങളൊക്കെ താഴേക്ക് വന്ന് വീണതായിട്ട് കണ്ടു. ഈ വിമാനം വന്ന് ഇടിച്ച് മുകൾ നില തന്നെ താഴേക്ക് വീണിരുന്നു അല്ലേ ഈ മെസ്സ് ഹാളിലേക്ക്? അങ്ങനെ ആക്ച്വലി ഞാൻ ആ ഭാഗത്തേക്ക് പോയില്ല. ഓൾമോസ്റ്റ് 1 കിലോമീറ്റർ ഡിസ്റ്റൻസ്. ഞങ്ങളുടെ ഇവിടെ ആക്ച്വലി 4-5 ഹോസ്റ്റലുകളും അതുപോലെ തന്നെ ഈ ഹോസ്പിറ്റൽ ക്യാമ്പസ് തന്നെ ഭയങ്കര വലുതാണ്. സോ ഞങ്ങളുടെ ഹോസ്പിറ്റലും അതുപോലെ തന്നെ ഈ ക്യാമ്പസും ഈ മെസ്സും തമ്മിൽ ഓൾമോസ്റ്റ് 1 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട്. ഞങ്ങൾ എമർജൻസി അലേർട്ട് വന്നപ്പോഴാണ് ഒരു മാസ് കാഷ്വാലിറ്റി ഉണ്ടെന്ന് മനസ്സിലാക്കിയത് ആദ്യം. പിന്നെയാണ് അത് ഞങ്ങളുടെ ഹോസ്റ്റലിലാണ് സംഭവിച്ചതെന്നുള്ളത് പിന്നെ അറിയണേ. അപ്പോഴേക്കും പിന്നെ ആൾക്കാരുടെ തിരക്കായി. പിന്നെ ആശുപത്രിയിൽ വലിയ എല്ലാവരും എമർജൻസി, എല്ലാവരുടെയും തിരിച്ചറിയാൻ പറ്റാത്ത വിധമായിരുന്നു. ഒരുപാട് പൊള്ളലേറ്റ് കരിഞ്ഞ നിലയിലൊക്കെ തന്നെയായിരുന്നു അല്ലേ? അതെ. ആക്ച്വലി ഫോറൻസിക് മെഡിസിൻ ഡിപ്പാർട്ട്മെന്റിലുള്ള സ്റ്റുഡൻസ് ആക്ച്വലി രാത്രി 10 മണിയായിട്ടും ഭക്ഷണം കഴിച്ചിട്ടില്ല. കാരണം അത്ര ആക്ച്വലി രക്ഷിക്കാൻ ഇഞ്ചേർഡ് ആയിട്ടാണ് കൂടുതൽ ആൾക്കാർ ആക്ച്വലി മരിച്ച നിലയിലാണുള്ളത്. അപ്പോൾ പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടിയും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കും ആക്ച്വലി ഭയങ്കര അവരും സ്ട്രെസ്ഡ് ആയിട്ടായിരുന്നു.
അതെ, മാത്രമല്ല അത് ഇനി DNA പരിശോധന കഴിഞ്ഞിട്ടേ ഈ ബോഡി ഏതാണെന്ന് പോലും തിരിച്ചറിയാൻ പറ്റും. നമ്മുടെ രഞ്ജിതയുടെ അടക്കം, മലയാളിയായ രഞ്ജിതയുടെ അടക്കം, അവരുടെ ഒന്നും ബോഡി തിരിച്ചറിയാൻ പറ്റാത്ത വിധം കരിഞ്ഞു പോയിരുന്നു അല്ലേ പലരുടെയും? അതെ, പലരുടെയും കരിഞ്ഞുപോയി, ആരാന്നറിയില്ല. പിന്നെ എല്ലാതും മിസ്സിംഗ് ആന്ന് ബാക്കി നമുക്ക് പറയാൻ പറ്റുള്ളൂ. ആ സമയത്ത് എലിസബത്ത് എവിടെയായിരുന്നു? അപകടം നടക്കുന്ന സമയത്ത് ആൾക്കാരുടെ നമ്പറുകളിൽ വെച്ചിട്ട് ഇനി വേറെ എങ്ങോട്ടെങ്കിലും ഞങ്ങളുടെ ഹോസ്പിറ്റലായിരുന്നു. ആക്ച്വലി ഇവിടെ ഒരു 4-5 ഹോസ്പിറ്റൽ ബിൽഡിംഗ് ഉണ്ട്. ഐനെ സെപ്പറേറ്റ് ആയിട്ട്, അതുപോലെ തന്നെ 1200 ബെഡ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ആയിട്ട്, 1300 ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ് സെപ്പറേറ്റ് ആയിട്ട്, പിന്നെ കാർഡിയോളജിക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട്, അതുപോലെ തന്നെ ഓൾഡ് ഒരു ബിൽഡിംഗ് ഉണ്ട് 2-3 സ്പെഷ്യാലിറ്റികൾ മാത്രമുള്ളതായിട്ട്, പിന്നെ ക്യാൻസർ സ്പെഷ്യാലിറ്റിക്ക് വേണ്ടിയിട്ട്, ട്രാൻസ്പ്ലാന്റേഷന്, അങ്ങനെ ഓരോ ബിൽഡിങ്ങും ഈ ക്യാമ്പസിന്റെ ഉള്ളിൽ സെപ്പറേറ്റ് ആയിട്ടാണ്. ഇത് ആക്ച്വലി വലിയ ക്യാമ്പസാണ്. ഒരു 7000-ഓളം ബെഡുകളുണ്ട്. സോ ഞങ്ങളുടെ ഹോസ്പിറ്റലും ഈ ഒരു അതാ പറഞ്ഞ 4-5 ഹോസ്റ്റലുകൾ ഈ ഒരു ക്യാമ്പസിലുണ്ട്. ഈ എലിസബത്ത് ഈ ശബ്ദം 250 പേര് ജോയിൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ PG സ്റ്റുഡൻസ് ഒരു വർഷം ഇല്ല, ഞങ്ങളുടെ ഹോസ്പിറ്റലിലേക്ക് ശബ്ദം കേട്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ വേറെ ഹോസ്റ്റലുണ്ടായിരുന്ന സീനിയേഴ്സ് ആ സമയത്ത് ശബ്ദം കേട്ടിരുന്നു എന്ന്. ആക്ച്വലി എമർജൻസി ആയപ്പോൾ എല്ലാ ഓഫിലിരുന്ന ആൾക്കാരെയും എല്ലാവരെയും ഹോസ്പിറ്റലിലേക്ക് വിളിപ്പിച്ചു. അപ്പൊ അവര് പറഞ്ഞു അവർ ശബ്ദം കേട്ടിരുന്നു, പക്ഷെ ഹോസ്പിറ്റലിലേക്ക് ആ ഒരു ശബ്ദം ഞങ്ങൾക്ക് കേൾക്കാനുണ്ടായിരുന്നില്ല. ഈ പുറത്തിറങ്ങി നോക്കിയപ്പോ പുകച്ചുരുളൊക്കെ കണ്ടിരുന്നോ? ആക്ച്വലി ഞങ്ങൾക്ക് പിന്നെ പുറത്തിറങ്ങാനുള്ള ഒരു സമയം ഉണ്ടായിരുന്നില്ല. പിന്നെ എല്ലാം പെട്ടെന്ന് മുമ്പൊക്കെ ഈ മാസ് കാഷ്വാലിറ്റി എന്ന് പറഞ്ഞാൽ ഓക്കെ, അവിടെ ഒരു ബസ് അപകടം ഉണ്ടായി, ഇവിടെ ഇതുണ്ടായി എന്നൊക്കെ പറഞ്ഞിട്ട് ഓൾറെഡി പ്രിപ്പയർ ചെയ്യാൻ ടൈം കിട്ടും. പക്ഷെ ഇവിടുന്ന് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ടൈമിങ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഈ ഒരു ഇതില് കണ്ടതെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് മെയിനായിട്ട് ഈ ബ്ലഡ് ബാഗുകൾ കളക്ട് ചെയ്യണം, അത് ആവശ്യക്കാർക്ക് കൊടുക്കണം. സോ പല ഹോസ്പിറ്റലുകളിൽ നിന്നും 5-10 മിനിറ്റിൽ തന്നെ 10 ബ്ലഡ് ബാഗ്, 500 ബ്ലഡ് ബാഗ് തരാന്ന് പറഞ്ഞ ബ്ലഡ് ബാങ്കുകളുണ്ട്. അതുപോലെ തന്നെ 350 വോളണ്ടറി ഡോണേഴ്സ് ആ ഒരു 4-5 മണിക്കൂറിന്റെ ഉള്ളിൽ, ഈവൻ 10 മണി വരെയും കണ്ടിന്യൂസ് ആയിട്ട് ആൾക്കാരെ ഞങ്ങൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് എല്ലാവരും റെഡിയായിരുന്നു. അതുപോലെ തന്നെ പോസ്റ്റ്മോർട്ടം ഏരിയയിൽ പല കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരും ഭക്ഷണമായിട്ടും ഫ്രീ ഭക്ഷണം, ഫ്രീ വെള്ളം, അങ്ങനെ എല്ലാവരും ഹെൽപ്പിംഗ് മെന്റാലിറ്റിയിലായിരുന്നു. ഈ എലിസബത്ത്, ഈ പരിക്കേറ്റവരിൽ കുറച്ചുപേരെ നമുക്ക് രക്ഷിക്കാൻ സാധിച്ചു എന്ന് തോന്നുന്നു അല്ലേ, വിദ്യാർത്ഥികളിൽ? കുറെ ആൾക്കാർക്ക് പ്രശ്നം. ചില ആൾക്കാർ ആക്ച്വലി ഇത് പേടിച്ചിട്ട് ഹോസ്റ്റലിൽ നിന്ന് ചാടിയ ആൾക്കാരുണ്ട്. അത് ഞങ്ങളുടെ അറിയണ റെസിഡന്റ് തന്നെയായിരുന്നു. അപ്പോൾ അവർക്ക് ചെറുതായിട്ട് ഫ്രാക്ചറുകൾ അങ്ങനെ പെട്ട ആൾക്കാരും ഉണ്ട്. ഓക്കെ, ഇതിലെന്തായാലും വേദനിപ്പിക്കുന്ന കാര്യം, ഈ രമേശ് വിശ്വാസ് കുമാറിനെ ക്ഷമിക്കണം എലിസബത്ത്, ഈ രമേശ് വിശ്വാസ് കുമാറിനെ കാണാൻ പറ്റിയിരുന്നു എലിസബത്തിന്? ഇല്ല. എനിക്കൊന്നും അദ്ദേഹം ഇപ്പോൾ ഗുരുതരാവസ്ഥയിലല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്ക് വിവരം ലഭിക്കുമ്പോൾ 25 പേരെ കാണാനില്ല, 50 വിദ്യാർത്ഥികൾ ഇതിൽ കൊല്ലപ്പെട്ടിരിക്കാം എന്നതാണ് ഇപ്പോൾ സംശയിക്കുന്നത്. പരിക്കേറ്റ് അത്യാസന്ന നിലയിൽ ഗുരുതരാവസ്ഥയിൽ ICUവിൽ എത്ര വിദ്യാർത്ഥികളുണ്ട്? അങ്ങനെ കണക്കുകൾ എന്തെങ്കിലും അറിയാമോ? അതിന്റെ കണക്കുകൾ പുറത്തുവിട്ടില്ല. കുറെ പേര് ഇഞ്ചേർഡ് ആയിട്ടുണ്ട് എന്ന് മാത്രമാണ് പറഞ്ഞിട്ടുള്ളൂ. അത് പുറത്തേക്ക് IMA, ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ആയിട്ട് അവരെ തന്നെ പുറത്തു വിടും. കുറച്ച് കുട്ടികൾ ക്രിട്ടിക്കലായിട്ടുണ്ടോ അവിടെ ICUവിൽ? നമ്മുടെ ഭാഗത്തുനിന്ന് അങ്ങനെ കുറച്ച് പേരുണ്ട്. ഓക്കെ, താങ്ക് യു എലിസബത്ത്, വിവരങ്ങൾ നൽകിയതിന്. ഞങ്ങൾ കുറച്ച് കഴിഞ്ഞ് എലിസബത്തിലേക്ക് ഒന്നുകൂടി ഒന്ന് ബന്ധപ്പെടാം. എന്തെങ്കിലും അപ്ഡേറ്റ് കിട്ടുകയാണെങ്കിൽ അറിയിക്കുക. എന്തായാലും മലയാളി വിദ്യാർത്ഥികളില്ല എന്നുള്ളത് നമുക്ക് ഉറപ്പാക്കാൻ കഴിയുമല്ലോ. താങ്ക് യു എലിസബത്താണ് നമുക്കൊപ്പം ചേർന്നത്. ഡോക്ടർ എലിസബത്ത് അവിടെ PG ചെയ്യുകയാണ്.